ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 5 ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ലോക, കാന്താര, ബാൾട്ടി, മിറാഷ് തുടങ്ങിയ ചിത്രങ്ങളാണ്. ലോകയ്ക്ക് ഇന്ന് ഇൻഡസ്ട്രി ഹിറ്റ് ദിനമാണ്. ബാൾട്ടി മികച്ച രീതിയിൽ പോകുന്നു, മിറാഷ് മികച്ച രീതിയിൽ പോകുന്നു, കാന്താര കത്തിക്കയറുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ചെയ്യാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. ഇനി ബാൾട്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ബാൾട്ടിക്ക് ഇന്ന് 10ാം ദിനമാണ്. ഇന്നും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. 338 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 20,000-നടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വന്നത്. ഇന്ന് സിനിമയ്ക്ക് 29 ലക്ഷം രൂപയോളമാണ് വന്നത്. ഇന്നലെ ഫൈനലായി ഉണ്ടായിരുന്ന കളക്ഷനാണ് ഇതേ സമയത്ത് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഏകദേശം 40 ലക്ഷം രൂപ വന്നെങ്കിൽ ഇന്ന് 45-47 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് വരുമെന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 6,19 ലക്ഷം രൂപ എത്തിയ സിനിമ 8,30 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നു 11 കോടിക്ക് മുകളിലായിട്ട്. മികച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് പോകുന്നത്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും മികച്ച രീതിയിലേക്ക് പറയാനുള്ളത്. മിറാഷ് എന്ന ചിത്രത്തിൻ്റെ ഫൈനൽ റണ്ണിലേക്ക് തന്നെ സിനിമ പോവുകയാണ്. ഇന്നും സിനിമയ്ക്ക് ഏകദേശം 52 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചകളിലെല്ലാം തന്നെ സിനിമയ്ക്ക് 60 ഷോകളോളം മാത്രമാണ് ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ മികച്ച രീതിയിൽ പോയിരുന്ന സിനിമയെ പെട്ടെന്ന് ഉള്ള ഷോ കൗണ്ടുകൾ കുറവാണ് ബാധിച്ചിരിക്കുന്നത്. ഇന്നും 23% സിനിമയുടെ ഒക്യുപ്പൻസി. ഏകദേശം 2,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 3,50,000-ഓളം രൂപയാണ് കളക്ഷനായി വന്നത്. അതായത് സിനിമ ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്ഥിരമായിട്ട് കഴിഞ്ഞ 3 ദിനങ്ങളിലും നേടുന്നു. തൊട്ട് മുമ്പിലത്തെ ദിനങ്ങളിൽ ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് മുകളിലും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏകദേശം 7.5 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 9 കോടിക്ക് അടുത്ത് നേടി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്ര മികച്ച ഒരു റെസ്പോൺസ് അല്ല വന്നെങ്കിൽ പോലും സിനിമയ്ക്ക് ആളുകൾ കയറുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഫൈനൽ റണ്ണിൽ എത്തി നിൽക്കുകയാണ്. കാന്താരയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുമ്പോൾ അത് ഒരു കണ്ണ് മിഴിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കണ്ണ് തള്ളിപ്പോകുന്ന കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ 3 ദിനം കൊണ്ട് 220 കോടിയോളമാണ് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട്. 4ാം ദിനമായ ഇന്നുകൊണ്ട് സിനിമ 310 കോടിക്ക് മുകളിലേക്ക് നേടും. വെറും 4 ദിനം കൊണ്ടായിരിക്കാം സിനിമ ഈ റേഞ്ചിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ഇന്ന് മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. 1,823ഓളം ഷോകളിൽ നിന്ന് 3,70,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ തിയേറ്റർ ഒക്യുപ്പൻസി 74%. ഇന്ന് 143ഓളം ഹൗസ്ഫുൾ ഷോകളും 417ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 1000-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 5,91 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ഗ്രോസായി വന്നിരിക്കുന്നത് തന്നെ. അതായത് ആദ്യ ദിനത്തേക്കാൾ കൂടുതലാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ വരുന്നത്. ഇന്ന് സിനിമയ്ക്ക് 6.5 കോടിക്ക് മുകളിലായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്നത്. ഒരു പക്ഷേ 7 കോടി ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമാണ്. കാരണം അത്രത്തോളം ഭീകര തിരക്കാണ്. ഇതുവരെ ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയത് 21 കോടിയോളമാണ്. അതായത് ഇന്നത്തോടെ സിനിമ 26 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ടും അങ്ങനെ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. തെലുങ്കിൽ കന്നഡ ബോക്സ് ഓഫീസിൽ സിനിമ 50 കോടി കടന്നിരിക്കുന്നു. ഓവർസീസിൽ സിനിമ 50 കോടി കടന്നിരിക്കുന്നു. ടിക്കറ്റ് ബുക്കിങ്ങിലും സിനിമ തീ ആയി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാന്താര ഇന്ന് എല്ലാ ജനങ്ങളുടെയും പ്രിയപ്പെട്ട സിനിമയായി മാറുകയാണ്. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ നൽകുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി 13 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. ഓവറോൾ കേരള ഒക്യുപ്പൻസി 67%. ഏകദേശം 7,000 ഷോകളാണ് കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് നടന്നിരിക്കുന്നത്. 3ാം ദിനം കൊണ്ട് തന്നെ സിനിമ 220 കോടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇത് പുതിയ റെക്കോർഡ് തീർക്കുകയാണ്. 1000 കോടി എത്തില്ല എന്ന് പറഞ്ഞവർക്ക് 1000 കോടി അടിക്കുമെന്നുള്ള വാശിയിൽ തന്നെ ഈ ഒരു സിനിമ നിൽക്കുകയാണ്. കാന്താരയുടെ കളക്ഷൻ പോസ്റ്ററുകൾ ഇപ്പോൾ 3 ദിവസത്തെ പുറത്തു വരുമ്പോൾ 236 കോടിയാണ്. ഡേ 1-ൽ 62 കോടിയും 2ാം ദിനം 46 കോടിയും 3ാം ദിനം 55 കോടിക്ക് മുകളിലും എന്നുള്ള മറ്റൊരു റിപ്പോർട്ടുകൾ വരുന്നു. എന്താണേലും ഓൾ ഇന്ത്യ ബുക്കിംഗ് അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ മണിക്കൂറിൽ വിറ്റുപോകുന്നത് 80,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇതും പുതിയ രീതിയിലേക്കുള്ള ഒരു റെക്കോർഡിലേക്ക് തന്നെ സിനിമ പോവുകയാണ്. എന്താണെങ്കിലും KGF-ന് ശേഷം ആ റേഞ്ചിൽ അതിന് മുകളിലേക്ക് പോവുകയാണ് ഈ സിനിമ. ഒരുപക്ഷെ KGF-ൻ്റെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് തോന്നുന്നതും. അതേപോലെ തന്നെ ടൈഗർ സീക്വൻസൊക്കെ ഇന്ന് ജനങ്ങൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്ര ഗംഭീരമായിട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ജയറാമിനും മികച്ച രീതിയിലുള്ള ഒരു പ്രശംസ ഈ സിനിമ നേടിക്കൊടുത്തിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ
ദിവസങ്ങളിൽ സിനിമ 500 കോടിയിലേക്ക് ടച്ച് ചെയ്യും. ലോകയ്ക്ക് ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ദിനം തന്നെയാണ്. ലോക 39-ാം ദിനം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. ഒരു താമസം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്ന് അടിക്കില്ല എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. ഇന്ന് 630ഓളം ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നത്. ഓവറോൾ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത് 32%. ഇന്ന് ഇതുവരെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം 65 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 95 ലക്ഷം രൂപയോളമാണ് ഈ ഒരു ട്രാക്കിങ്ങിലൂടെ തന്നെ വരുന്നത്. അതായത് ഇന്നും സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ 95, 110 ആ റേഞ്ചിലായിരിക്കാം സിനിമയുടെ കളക്ഷനായി വരുന്നത്. ഇതിനോടകം 108.94 കോടിയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമ നേടിയിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ വരുന്ന ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇന്നലത്തെ കളക്ഷനാണ് ഏറ്റവും ഒരു നെഗറ്റീവായി തോന്നിയിരുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ശനിയാഴ്ച ദിവസത്തിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ അവിടെ ഒരു ഇടിവ് തന്നെയാണ്. പക്ഷേ സാധാരണ ഒരു സിനിമയെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഭീകര കളക്ഷനായിട്ട് തന്നെയാണ് വന്നത്. ഏകദേശം 48,50,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെ വന്നത്. 30,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും ലോ ആയിരുന്നു. ഇന്നലെ പ്രതീക്ഷിച്ചത് 1 കോടിക്ക് മുകളിൽ വരുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ 90 ലക്ഷം രൂപയെങ്കിലും വരുമെന്നാണ്. പക്ഷേ നമുക്ക് 70 ലക്ഷം രൂപ മാത്രമാണ് വന്നത്. ഇന്നലെ വരെയുള്ള ടോട്ടൽ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് 297.5 കോടിയോളമാണ് വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമയ്ക്ക് 50,600-ന് മുകളിലുള്ള ഷോകൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് 54,000-ഓളം ഷോകൾ റിയൽ ടൈം കഴിഞ്ഞിരിക്കുന്നു. മൊത്തം 80 ലക്ഷത്തോളം ഓഡിയൻസ് അല്ലെങ്കിൽ ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കിങ്ങിലൂടെ തന്നെ വരുന്നു എന്നുള്ളതാണ്. 53% സിനിമയുടെ ഓവറോൾ ഓക്യുപ്പൻസി ആയിട്ട് പുറത്തു വരുന്ന കണക്കുകൾ. ഇനി സിനിമയുടെ 300 കോടിയിലേക്കുള്ള ആ ഒരു യാത്ര എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഇന്നത്തോടെ സിനിമ 298.5 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ 299 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ട്രാക്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സ്കോറിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത്. അതായത് 109 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യാൻ വെറും 6 ലക്ഷം രൂപ മാത്രം എന്ന്, അല്ലെങ്കിൽ അതിൽ വളരെ താഴെയാണെന്ന് പറയാം. 95 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 108.95 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതും പുതിയ ചരിത്രമാണ്. ഓരോ ദിവസവും സിനിമ പുതിയ റെക്കോർഡുകളും തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ സിനിമയുടെ ഫൈനൽ റണ്ണായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 130 കോടിയായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എന്നാണ്. കാരണം സിനിമയ്ക്ക് ഇനിയും 18-19 ദിവസം കൂടെ ഫ്രീ റൺ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്തെങ്ങും സിനിമയ്ക്ക് OTTയിലേക്ക് പോകുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഫൈനലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഒരുപക്ഷെ 315 കോടിക്ക് മുകളിലുമായിരിക്കാം. ഇന്നും മലേഷ്യയിൽ സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോകളുണ്ട്. അതായത് 6-ാം വാരം കടക്കുമ്പോഴും മലേഷ്യയിലും UAEയിലും GCCയിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. UAE GCCയിൽ നിന്ന് 9 മില്യണിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പ്രഡിക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ലോക ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നു. ഒരുപാട് കാത്തിരുന്ന ആ ഒരു കാര്യം വരുന്നു. 4 മാസം കൊണ്ട് തുടരുമെന്ന ചിത്രത്തിൽ നിന്ന് ഈ ഒരു ചിത്രം പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് തീർത്തിരിക്കുകയാണ്. മലയാളത്തിൽ അത് പുതിയ റെക്കോർഡ്. ഒരു വർഷം തന്നെ 2 ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും എല്ലാവരും കമൻസും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. എന്തായാലും ഇക്കുറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 500ഓളം ലൈക്കുകളാണ്. അപ്പോൾ ഹൈപ്പും മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.